ഓക്കെ, താങ്ക് യു. ആന്റോ അഗസ്റ്റിൻ, UDF രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകുമോ? അടുത്ത കാലത്തൊന്നും കാണാവുന്നതിലേക്ക് അപ്പുറമുള്ളൊരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണ് എന്നുള്ളതാണ്. ഞാൻ 2015 ഒരു റിപ്പോർട്ട് വായിക്കാം. ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു ക്ലിയർ പ്ലാൻ ഇടുകയാണ്. ആ പ്ലാൻ നേരെ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് വന്ന് പറയുന്നതാണ് ഈ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ട് എന്താ അറിയാം? ശബരിമലയിലെ പുതുതായി നിർമ്മിക്കുന്ന കൊടിമരത്തിന് ദേവസ്വത്തിൻ്റെ സ്വർണ്ണം ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MB ഗോവിന്ദൻ അംഗീകാരം നൽകി. ഇതിനായി 130 കിലോ സ്വർണ്ണമാണ് വേണ്ടത്. ഭക്തർ നൽകിയ സ്വർണം ദേവസ്വത്തിൻ്റെ പക്കലുണ്ട്. ഇതുപയോഗിച്ച് പൂർണ്ണമായും സ്വർണ്ണത്തിൽ കൊടിമരം നിർമ്മിക്കാനാവും. കൊടിമരത്തിൽ 15 പറയും, വെണ്ട, ദഡ്, വാഹനം, അഷ്ടദിക്പാലകർ, പഞ്ചവർഗ തറ എന്നിവയാണ് സ്വർണ്ണത്തിൽ നിർമ്മിക്കുന്നത്. നിലവിലുള്ള കൊടിമരത്തിൻ്റെ ഉയരം തന്നെയായിരിക്കും പുതുതായി നിർമ്മിക്കുന്ന കൊടിമരത്തിനും. 6.25 മീറ്റർ ഉയരമാണ് കൊടിമരത്തിനുള്ളത്. കൊടിമരത്തിൻ്റെ ഓരോ പറയ്ക്കും 8 കിലോ സ്വർണ്ണം വീതം വേണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ കൊടിമരത്തിൻ്റെ തൂണ് കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒഴിവാക്കി പരമ്പരാഗത രീതിയിൽ തേക്ക് തടി ഉപയോഗിച്ചായിരിക്കും പുതിയ കൊടിമരത്തിൻ്റെ തൂണ് സ്ഥാപിക്കുക. ലക്ഷണമൊത്ത തേക്ക് തടി അയ്യപ്പ സേവാ സംഘം വാങ്ങി നൽകാമെന്ന് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് ബോർഡ് അംഗീകരിക്കുകയും ചെയ്തു. വളവില്ലാത്ത കാതലൊത്ത തേക്ക് മരം കണ്ടെത്തിയ ശേഷം വൃക്ഷപൂജ ചെയ്ത് വൃക്ഷത്തിൻ്റെ അനുജ്ഞ വാങ്ങി മുറിച്ചു കൊണ്ടുവന്ന് 30 രൂപപ്പെടുത്തി 6 മാസത്തോളം എണ്ണത്തോണിയിൽ സൂക്ഷിച്ച ശേഷമേ കൊടിമരത്തിൻ്റെ തൂണ് പ്രതിഷ്ഠിക്കാനാവൂ. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ജീർണതയുണ്ടെന്നും കൊടിമരത്തിൻ്റെ പഞ്ചവർഗത്തറയിൽ പെയിൻറ്റിങ് അടിച്ചത് മൂലം ചൈതന്യലോപം ഉണ്ടായതായും അതിനാൽ പുതിയ കൊടിമരം സ്ഥാപിക്കാമെന്നും അടിത്തറയുടെ സന്നിധാനത്തു നടന്ന അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു. എന്നാൽ അഷ്ടമംഗല്യ ദേവപ്രശ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണോ ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി പറയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കൊടിയേറ്റ് ഉത്സവത്തിന് ശേഷം നിലവിലുള്ള കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കാമെന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർ ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ബോർഡിന് കത്ത് നൽകി. എന്താണ് ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാലുടൻ കൊടിമരം സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. കൂടാതെ തേയ്മാനം സംഭവിച്ച 18-ാം പടിയുടെ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച കവചവും മാറ്റി പുതിയ പഞ്ചലോഹ കവചം നിർമ്മിക്കും. കൊടിമരം പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം തന്നെയാവും പടിയുടെ പഞ്ചലോഹ കവചവും മാറ്റി പുതിയ സ്ഥാപിക്കുക. നിലവിലുള്ള കവചം തേഞ്ഞു പോയതിനാൽ ആണ് ഇത് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് കൊടിമരത്തിലെ സ്വർണ്ണം അടിച്ചു മാറ്റേണ്ടതെന്നൊരു പ്ലാൻ ഇടുകയാണ്. എങ്ങനെയാണ് 18-ാം പടിയിലെ പഞ്ചലോഹം അടിച്ചു മാറ്റേണ്ടത് ഒരു പ്ലാൻ ഇടുകയാണ്. ഇതെങ്ങനെ ചെയ്യണം എന്നൊരു പ്ലാൻ ഇടുകയാണ്. എന്നിട്ട് ക്ലാരിറ്റിയോടുകൂടി വന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ്. ഇതാണ് ഇതിന് നേതൃത്വം. ഇത് കത്ത് കൊടുക്കുന്ന ആരാ? രാജീവ് കണ്ഠരര് വന്നിട്ട് കത്തും കൊടുക്കുകയാണ്. ഇത് മുഴുവൻ അടിച്ചുകൊണ്ട് പോയി. കൊടിമരത്തിൽ ഒരു പറ എത്ര 8 പറ 130 കിലോ സ്വർണം. 130 കിലോയാണ്. അന്വേഷണം തുടങ്ങിയ എത്രയായിരുന്നു? 400 ഗ്രാമിന് വേണ്ടി തുടങ്ങിയ അന്വേഷണമാണ്. ഇപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? 130 കിലോയിൽ. ഒരു പറയുടെ വെയിറ്റ് 8 കിലോ സ്വർണം. ഒരു പറയുടെ വെയിറ്റ് 8 കിലോ സ്വർണ്ണമാണ്. അങ്ങനെ ഒരു കൊടിമരം സ്ഥാപിക്കുന്നു. അതുകൂടാതെ എന്താണ് ഇതിനോടൊപ്പം തന്നെ 18-ാം പടിയിലുള്ള മുഴുവൻ എത്ര പടിയാ? 18 പടിയിൽ 18 എത്ര കിലോ സ്വർണം വെച്ചാൽ ഒരു പടിയിൽ? 1.5 കിലോ സ്വർണം വെച്ച് ഒരു പടിയിൽ. ഇത് പടി വേറെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു മൊത്തം പ്ലാൻ ഇട്ടിട്ട് ഇത് സ്വർണ്ണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, അന്ന് അടിച്ചുകൊണ്ട് പോയതിൻ്റെ ബാക്കി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, അപ്പോൾ ഇത്രയും വലിയ കൊള്ള നടത്തിയിട്ട് ആരെയും പിടിച്ചിട്ടില്ല. ഇതാണല്ലോ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അത് ബാക്കി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനും കൂടെ അടിച്ചോളാക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡോറിൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിയത്. അതിലായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്താ സംഭവിച്ചത്? 100 കണക്കിന് കിലോ സ്വർണം അടിച്ചു മാറ്റുന്നൊരു പ്ലാനാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഈ കോൺക്രീറ്റ് കൊടിമരത്തിൽ നിന്ന് അഴിച്ചെടുത്ത ഈ പറഞ്ഞ പാളി എവിടെയാണ് കൊണ്ടുപോയെന്ന് പോലും അറിയുന്നില്ല. അത് അവിടെ കൊണ്ടുവച്ചു. ഇതെല്ലാം കൂടി RBI കൊണ്ടുപോയി തൂക്കി ഡിപ്പോസിറ്റ് ആക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഒന്ന് നോക്കിയേ, ഈ അഷ്ടദിക്പാലർ എവിടെയാണ് പോയതെന്ന് അറിയുന്നില്ല. അന്വേഷിച്ചിട്ട് തന്നെ കാണുന്നില്ല. വാഹനം അപ്പം തന്നെ കൊടിമരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ ആരും തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. നേരെ എടുത്ത് രാജീവ് കണ്ഠരരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവരത് കൊണ്ടുപോകുക, തന്ത്രീൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തന്ത്രി അത് കൊണ്ടുപോകാണ്. അപ്പോൾ ഇതുപോലൊരു കൊള്ള ഏത് കാലത്താണ്? 11-16 കാലയളവിൽ നടത്തിയിട്ട് ഇതേ എല്ലാ ടീമിനെയും ഡൽഹിയിൽ കൊണ്ടുപോകുന്നു. സോണിയാഗാന്ധിനെ കാണിക്കുന്നു. ഇത് വാങ്ങിയ ഗോവർദ്ധനെ കാണിക്കുന്നു. ഇവരുമായിട്ടല്ല ബന്ധങ്ങൾ അറിയുന്നു. ഇവരെല്ലാമാണ് ശബരിമലയിൽ നടത്തിയെന്ന് പറയും. എന്നിട്ട് പാടുകയാണ് പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്ന് പാടുകയാണ്. ഇപ്പം അത് പാടാനുള്ള തൻ്റെ ഇടം കോൺഗ്രസിനുണ്ടോ?
ഇപ്പോൾ പാടാനുള്ള തൻ്റെ കോൺഗ്രസിനുണ്ടോ? കോൺഗ്രസിന് ഉണ്ടെങ്കിലോ അജയ് തറയിൽ ഇന്ന് പറയുന്നത് എന്താ അറിയോ? അത് ഞങ്ങളെടുത്ത് തന്ത്രിക്ക് കൊടുത്തു. എന്ത് കൂളായിട്ടാണ് പറയുന്നത്? ഏത് ഈ പറയുന്ന വാജി വാഹനം എടുത്ത് ഞങ്ങൾ തന്ത്രിക്ക് കൊടുത്തു, അഷ്ടദിക്പാലരെ എടുത്ത് ഞങ്ങൾ തന്ത്രിക്ക് കൊടുത്തു. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്നിട്ട് എന്താ പറയുന്നത്? അതൊക്കെ പിന്നെ തന്ത്രവിധി പോലെ നടക്കുകയാണെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ടാണ് പറയുന്നത് 100 കണക്കിന് കിലോ സ്വർണ്ണം അടിച്ചു മാറ്റിയ ഒരു കാലയളവിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ടായിരിക്കില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളെ പിടിച്ചുകൊണ്ടെന്നറിയോ ഈ ചില പിന്നെ വീട്ടിലൊക്കെ ഈ ചെറിയ പിള്ളേർ കളിക്കുന്ന സമയത്ത് ഈ 1 രൂപ കോയിൻ 2 രൂപ കോയിനൊക്കെ കട്ടിലിൻ്റെ അടിയിലേക്കും ബേസിൻ്റെ അടിയിലേക്കൊക്കെ പോകും. അപ്പോൾ ഇത് എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനകത്ത് 100-200 കിടക്കുന്നുണ്ട്. പണ്ടെങ്ങാനും വീണ് പോയതായിരിക്കും. അത് കാണുന്നത് ഈ 2 രൂപ എടുക്കാൻ പോകുന്ന പോലെയാണ് പോകുമ്പോഴാണ്. അതുപോലെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിൻ്റെ 400 ഗ്രാമിന് പോയി 100 ഗ്രാമും 100 കിലോയും 200 കിലോയും അത് അഷ്ടദിക്പാലരും പിന്നെ അതുപോലെ തന്നെ വാജി വാഹനമൊക്കെ ഇത് 75 വർഷം മുന്നേ പിന്നെ സ്വർണത്തിൽ പൊതിഞ്ഞ വാജിവാഹനാണ്. അത് 75 വർഷം ശേഷമാണ് ഇതിനൊരു കണക്ക് വന്നത്. അതിന് മുൻപേ ഉള്ളതാണ്. അന്ന് മാറ്റി സ്ഥാപിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന വാജിവാഹനം എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിന് എത്ര വർഷത്തെ പഴക്കാന്ന് പോലും അറിയില്ല. അതാണ് വളരെ കൂളായിട്ട് എടുത്തിട്ട് കയ്യിലേക്ക് കൊടുത്തത്. അതാരാ കൊടുത്തത്? അതൊന്നും ചോദിക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഇപ്പോഴെന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ സഖാക്കളുടെ കാര്യമാണ് ഇതൊക്കെ ചർച്ച ചെയ്യണം. ഇതൊക്കെ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് അറിയണം, എങ്ങനെയാണെന്ന് അറിയണം, പാട്ട് വെക്കണം, DJ മ്യൂസിക്കും കളറും ലൈറ്റൊക്കെ ഇട്ട് ഡാൻസ് റോട്ടിൽ കളിക്കും. ഇപ്പോൾ ഒരു ഡാൻസും കാണുന്നില്ലല്ലോ. എത്ര വണ്ടികളായിരുന്നു മലപ്പുറം തുടങ്ങിയിട്ട് കാസർഗോഡ് വരെ ഓടിക്കൊണ്ടിരുന്നത്. റോഡിൽ മുഴുവൻ DJ ആണ്, പാട്ട്. ഇപ്പോൾ ഒരു പാട്ടും കാണുന്നില്ലല്ലോ. അപ്പോൾ അത് മാത്രമാണോ? സുനിൽ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോയി കേരളത്തിലെ MP മാരൊക്കെ നിരന്ന് നിന്ന് പാടി ഇല്ലേ? ഇപ്പം എന്താ ആ പാടിയ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നെ സോണിയാഗാന്ധിൻ്റെ വീട്ടിലാണ് കയറിയെന്ന് പറഞ്ഞപ്പോൾ പാട്ടപ്പോൾ സ്വിച്ച് ഇട്ട പോലെ നിന്നു. ഒരു പാട്ടിപ്പോൾ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ചെറുതിൽ പിടിച്ച് വലുതിലേക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ എന്താ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കുകയാണെന്ന് അറിയോ? ചർച്ചയില്ലെന്നേ. പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വേറെയാണ് ചർച്ച. 8 മണി ചർച്ച കാണുന്നില്ല. നിങ്ങൾ കണ്ടോ? ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ചർച്ച കാണാം. എന്താ ഈ ചർച്ചകളൊക്കെ അവിടെ പോയി? അയ്യോ, ശബരിമലയിലെ കേസൊക്കെ തീർന്നോ? ഒന്നും തീർന്നില്ല. അപ്പോൾ ഒരു കാര്യമുള്ളൂ, എന്താണ്? എത്തേണ്ടതെടുത്ത് എത്തിയാൽ അന്വേഷണം നല്ല രീതിയിലാണ് പോകണമെന്ന് പറയേണ്ടി വരും. ഇനി നോക്കിയോ, ഇനി SITക്ക് കുറ്റമായിരിക്കും, ഹൈക്കോടതിക്ക് കുറ്റമായിരിക്കും. SIT കണ്ടെത്തുന്നവരെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിരിക്കും. ഇതിൻ്റെ മുഖ്യമന്ത്രി ഇടപെടലുണ്ടാവും. ഇനി ഇവർക്കിതേ പറയാൻ കഴിയുള്ളൂ. അതിലേക്കാണ് പോകുന്നത്. Meet the editors.